Hi dears, welcome back. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പുതിയ ഓവനും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓവൻ വാങ്ങാനിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത് വണ്ടർ ഷെഫിൻ്റെ 40 ലിറ്റർ വരുന്ന OTG ഓവനാണ്. കണ്ണൂർ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കിംഗ് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ MRP വരുന്നത് 7,999 രൂപയാണ്. അവരുടെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് 6,900 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2000 വാട്ട്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കൂടുതൽ ഓവനെ കുറിച്ചിട്ടുള്ള അറിവൊന്നുമില്ല. ഫേസ്ബുക്കിൽ കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കണ്ടതാണ് കൂടുതലും പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് ബേക്കിംഗ് ആണ് നമ്മുടെ മെയിൻ പർപ്പസ് എങ്കിൽ OTG ഓവനാണ് ഏറ്റവും ബെറ്റർ എന്ന്. അതേപോലെ മോർഫി റിച്ചാർഡിൻ്റെ ഓവനാണ് കൂടുതലും പേരും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഇത്രയും നാൾ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഓവൻ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിന് മുമ്പൊന്നും എനിക്ക് ഓവനെ കുറിച്ചിട്ട് ഒരു അറിവില്ലായിരുന്നു. ഓവൻ വാങ്ങാനിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ചിക്കനൊക്കെ റോട്ടിസറി ചെയ്യുന്ന ഈ ഒരു ക്ലിപ്പ്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ബേക്കിംഗ് ട്രേ ഒക്കെ ഇതേപോലെ എടുക്കാൻ പറ്റുക. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് റോട്ടിസറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് എടുക്കുന്നത്. ഇത് കൂടാതെ ഇതിൽ 2 ട്രേ ആണ് വരുന്നത്. ഇതേപോലെ ഒരു ബ്ലാക്ക് ട്രേയും പിന്നെ ഒരു സ്റ്റീലിൻ്റെ ട്രേയും വരുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ട്രേയിൽ വെച്ചിട്ടാണ് നമുക്ക് കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ട്രേ നമുക്ക് എടുത്തിട്ട് പുറത്ത് വെക്കാൻ പറ്റും. ഷീറ്റ് കേക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതിൽ തന്നെ ചെയ്താൽ മതി. ഈ സ്റ്റീൽ റാക്കിൽ വെച്ചിട്ടാണ് സാധാരണയായിട്ട് കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. അതുകൂടാതെ വരുന്നതാണ് ഈ താഴെയുള്ള ഈ ഒരു ട്രേ. അപ്പോൾ നമ്മൾ ചിക്കനോ ഫിഷൊക്കെ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഓയിലും വേസ്റ്റൊക്കെ വീഴുന്നത് ഈ ഒരു ട്രേയിലാണ്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇതേ സ്ഥാനത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇതെടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഒരേ സമയത്ത് നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നും പിന്നെ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നുമാണ് വെക്കാൻ പറ്റുന്നത്. 6 ഇഞ്ചിൻ്റെ ടിന്നാണെങ്കിൽ 3 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇവിടെ വെക്കാം, പിന്നെ ഒന്ന് അതേപോലെ മിഡിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം, പിന്നെ ഒന്ന് ഈ ഒരു സൈഡിലും വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ടിന്ന് വരുന്നത് ഈ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ്. അപ്പോൾ ഇതിലൊരു 12 ഇഞ്ച് വരെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് 2 റാക്കിൽ 2 ട്രേ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഓവൻ്റെ ഏറ്റവും താഴെ ഇതേപോലെ 2 കോയിലുണ്ട്, അതേപോലെ മുകളിലും 2 കോയിലുണ്ട്. അപ്പോൾ ഇത് മുകളിൽ നിന്നും താഴെ നിന്നും നമുക്ക് ഹീറ്റ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടായിരിക്കണം. അപ്പോൾ അതേപോലെ ഈ സൈഡിൽ ഇതേപോലെ 4 റാക്കാണ് വരുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് റാക്കിലാണ് ഈ ഒരു സ്റ്റീൽ റാക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റിലും വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതേപോലെ സെക്കൻഡ് റാക്കിലും വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. രണ്ടിലും നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റീൽ റാക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റാക്കിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതേപോലെ 4 നോബാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഫാൻ മോഡാണ്. അപ്പം നമുക്ക് ഫാനിൻ്റെ ആവശ്യമില്ല, ഫാൻ മോഡ് ഓഫിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നോബ് ഈ ഒരു സൈഡിലേക്കാണ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഫാൻ മോഡ് ഓൺ ആക്കിയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ചെയ്യേണ്ട കേക്ക് 45 മിനിറ്റ്സ് എടുത്തിട്ടാണ് ബേക്കായി വന്നിട്ടുള്ളത്. ഫാൻ മോഡ് ഓഫ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമ്പനിയിൽ നിന്നുള്ള അവരും പറഞ്ഞത്. അടുത്തത് വരുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിൽ 100 മുതൽ 250 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ 180 ഡിഗ്രിയിലേക്കാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. 180 ഡിഗ്രിക്ക് നേരെ ഈ ഒരു മാർക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഓരോ റെസിപ്പിക്ക് അനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണോ അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് നമുക്ക് കോയിലിൽ ഹീറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നത് മുകളിൽ മാത്രം ഹീറ്റ് ആവുന്നതും, പിന്നെ വരുന്നത് താഴെ നിന്നുള്ള ഹീറ്റ്, പിന്നെ മുകളിൽ നിന്നും താഴെ നിന്നും വരുന്ന ഹീറ്റ്.
അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ മുകളിൽ നിന്നും താഴെ നിന്നും നമുക്ക് ഹീറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോബ് അവിടത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് ടൈമാണ്. അപ്പം നമുക്ക് എത്ര മിനിറ്റ് ആണോ വേണ്ടത് അത്രയും മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ ആദ്യം ഈ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഫംഗ്ഷനും നേരത്തെ കാണിച്ച പോലെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവന് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഓവനിൽ നിന്ന് ഒരു ബെല്ലിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന സമയം തന്നെ ഇതിനുള്ളിലുള്ള ആ ഒരു ബൾബ് കത്തും. ഇപ്പം ഞാൻ പ്ലഗ് ഓൺ ആക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിനുശേഷം നമുക്ക് എത്ര മിനിറ്റ് ആണോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് അത്രയും മിനിറ്റിലേക്ക് ഈ ഒരു നോബ് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 kg കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 25 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ 25 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഓവൻ തുറന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഓവൻ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ 25 മിനിറ്റ് കൊണ്ട് കേക്ക് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ പ്ലഗ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു നോബ് തിരിച്ച് 0ലേക്ക് ആക്കരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് തിരിച്ച് വന്നോളും. നമ്മളായിട്ട് അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് 0ലേക്ക് ആക്കി കൊടുത്തതിനാൽ ഈ ഓവൻ പെട്ടെന്ന് മോശമാകാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഇത് ഞാനൊരു 3 മുട്ടയും 1/4 കപ്പ് മൈദയും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു വാനില സ്പോഞ്ച് കേക്കാണ്. ഇപ്പം കേൾക്കുന്ന ഒരു ബെൽ ശബ്ദമില്ലേ, അപ്പോൾ അതാണ് നമ്മൾ ഓവനിൽ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാലൊക്കെ കേൾക്കുന്നത്. അതിനുശേഷം ഓവൻ തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഓവനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.